പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പൊന്നുതമ്പുരാൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വരുവാൻ ഏഴകളാകുന്ന നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ല തമ്പുരാനെ നന്ദിയോടെ സ്തുതിക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മശിഹാ തമ്പുരാൻ്റെ പാദപീഠത്തിൽ നാം ചേർന്നിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വിഷയമായി തീരേണ്ടതിന് ഒരു വേദഭാഗം വേർതിരിച്ച് കൽപ്പിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ തിരുവചനങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 1 മുതൽ 4 വരെ തിരുവചനങ്ങൾ അവിടെ വായിച്ച് കേൾക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. വളരെ മനോഹരമായ ഒരു ചിന്തയാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മുടെ മുൻപിൽ നിരത്തി വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഭൗമലോകത്തിനപ്പുറത്തൊന്നും കാണാത്തവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും. കാണാൻ ശ്രമിക്കാത്തവരും കാണാൻ മനസ്സില്ലാത്തവരുമൊക്കെ ഉണ്ട്. എന്നാൽ ഒരു വലിയ കാഴ്ചയാണ് അപ്പോസ്തലൻ നമുക്കിപ്പോൾ തരുന്നത്. അപ്പോസ്തലൻ ഈ വേദഭാഗത്ത് പറയുന്ന ചിന്തകളെ 4 നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ്. 4 ചിന്തകളായി വയ്ക്കുകയാണ്. 1, യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചവർ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവനോടുകൂടെ നമ്മളും നമ്മുടെ പാപങ്ങൾ നിമിത്തം മരിച്ചു. യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചവരാണ് നമ്മൾ. മരിച്ചിട്ട് വേണമല്ലോ ഉയർത്തെഴുന്നേൽക്കാൻ. യേശുക്രിസ്തുവിനോടുകൂടെ ഒരാൾ മരിച്ചത് എപ്പോഴാണ്? മാമോദീസ വേളയിലാണത് സംഭവിച്ചത്. വിശുദ്ധ സ്നാനം. അത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് മനോഹരമായി ചിട്ടപ്പെടുത്തി വച്ചിട്ടുണ്ട്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ മരിച്ച് യേശുവിനോടുകൂടെ നാം ആ മരണത്തിൽ പങ്കാളിയായി. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നാം പങ്കാളിയാകുന്ന മനോഹരമായ രംഗമാണ് വിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായം ശ്രദ്ധ വെച്ച് പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ആകയാൽ നാം എന്ത് പറയുണ്ടു? കൃപ വർദ്ധിക്കേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാൾ മരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി നാം മരിച്ചു എന്ന് അപ്പോസ്തലൻ സാക്ഷിക്കുകയാണ്. ഇനി നമുക്ക് ആ പാപത്തിൽ ജീവിക്കാൻ പറ്റില്ല. അതുമായിട്ടുള്ള ബന്ധത്തിൽ നാം മരിച്ചു. ഇനി അങ്ങനെയൊരു ജീവിതമില്ല. അല്ല, യേശുക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ നാം യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു. വിശുദ്ധ മാമോദീസ വേളയിൽ സംഭവിച്ചത് അതാണ്. പാപത്തിന് നാം മരിച്ചവരാണ്. ഇനി പാപത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. മാമോദീസ സ്വീകരിച്ച ഒരാൾക്ക് പിന്നെ പാപത്തിൽ ജീവിക്കാൻ കഴിയില്ല, അതിനുവേണ്ടി ജീവിക്കാനും കഴിയില്ല. അതിനെ പ്രതി നാം മരിച്ചതാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. മാമോദീസായിൽ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. ആ മരണത്തിൽ നാമും പങ്കാളികളായി തീർന്നു. അപ്പോൾ പാപത്തിന് ഇനി നമ്മുടെ മേൽ അധികാരമില്ല. ശരിക്കും മാമോദീസായിൽ സംഭവിച്ചത് ഇതാണ്. അവനോടുകൂടെ നമ്മളും മരിച്ചു. അപ്പോൾ ഇനി പാപത്തിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, നമുക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി
അവൻ ഇന്നും ജീവിക്കുന്നു. അവന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ ധ്യാനം മനസ്സിൽ ഉറപ്പിക്കുക. ഞാൻ മാമോദീസ സ്വീകരിച്ചയാളാണ്. ഞാൻ പാപത്തിന് മരിച്ചുവോ? പാപം ഇപ്പോഴും എൻ്റെ മേൽ അധികാരം നടത്തുന്നുവോ? ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്ന സത്യമാണ് മാമോദീസയിൽ സംഭവിച്ചതെങ്കിൽ, ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ച ആളെന്ന നിലയിൽ എനിക്കിനി പാപത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാൻ കഴിയും? ഇപ്പോഴും ഞാൻ പാപത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ, പാപത്തെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ, പാപം എൻ്റെ ജീവിതത്തിൽ ഭരണം നടത്തുന്നുവെങ്കിൽ, ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി മരിച്ചു എന്നത് എങ്ങനെ യാഥാർത്ഥ്യമാകും? അപ്പോൾ ഈ മാമോദീസ സ്വീകരിച്ച ആളുകളിൽ അതിൻ്റേതായ അനുഭവം ഉണ്ടാകണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്നൊരവസ്ഥയിൽ ഞാൻ മാമോദീസ മുങ്ങിയെങ്കിൽ, അവൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി എങ്കിൽ, അതുമൂലം എനിക്ക് ലഭിച്ച രക്ഷ എൻ്റെ പാപമോചനത്തിന് കാരണമായി എങ്കിൽ, ഞാനിനി പാപത്തിൻ്റെ വക്താവായി ജീവിക്കാൻ പാടില്ല. മനസാ വാച കർമ്മണ ഭക്ഷണപാനീയങ്ങളിലോ ചിന്തയിലോ പെരുമാറ്റത്തിലോ ഒരു കാരണവശാലും ഞാനിനി പാപം ചെയ്യാൻ പാടില്ല. അപ്പോൾ കഴുകപ്പെട്ട ഒരു ദൈവ പൈതൽ കഴുകപ്പെട്ടതിനനുസരിച്ച് ജീവിക്കണം. അപ്പോസ്തലൻ പറഞ്ഞു, നമ്മളൊക്കെ കർത്താവിനോട് കൂടെ മരിച്ചവരാണ്. ആ പദവി നാം സൂക്ഷിക്കണം. വീണ്ടും അപ്പോസ്തലൻ പറയുന്ന രണ്ടാമത്തെ ചിന്ത, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ മാമോദീസ മുങ്ങിയ നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു മരിച്ച് കബറിൽ അടക്കപ്പെട്ടതുപോലെയാണ് നാം വെള്ളത്തിൽ മുഴുകിയത്. നമ്മുടെ ശിരസ് മുതൽ വെള്ളം കൊണ്ട് മൂടിയപ്പോൾ, വെള്ളം നമ്മുടെ ശിരസിൽ ഒഴിച്ചപ്പോൾ നാം കല്ലറയിൽ അടക്കപ്പെട്ടവരായി. ആ കല്ലറയിൽ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെയാണ് മാമോദീസ മുങ്ങിയ ഇടത്തു നിന്ന്, മാമോദീസ തൊട്ടിയിൽ നിന്ന് നാം പുറത്തേക്ക് വന്നത് ഉയർത്തെഴുന്നേറ്റവരായിട്ടാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 4-ാം വാക്യം, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്താൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ പ്രിയപ്പെട്ടവർ, യേശു ക്രിസ്തു കല്ലറയിൽ അടക്കപ്പെട്ടതുപോലെ നാമും മാമോദീസ വെള്ളത്തിൽ അടക്കപ്പെട്ടു. യേശു ക്രിസ്തു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഈ മാമോദീസ തൊട്ടിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നാം സത്യത്തിൽ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി, യേശുവിനോടുകൂടെ കബറടക്കപ്പെട്ടതിൽ അവൻ്റെ കബറടക്കത്തിൽ പങ്കാളികളായി, യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും പങ്കാളികളായി. അതാണ് വിശുദ്ധ മാമോദീസ എന്ന കൂദാശയിലൂടെ സംഭവിച്ചിട്ടുള്ളത്. മാമോദീസ സ്വീകരിച്ച എത്ര പേർക്ക് ഈ പരിജ്ഞാനമുണ്ട്? നമ്മളത് ബോധ്യപ്പെടണം. ഞാൻ സ്വീകരിച്ച മാമോദീസ യേശു ക്രിസ്തുവിനോടുകൂടെ എനിക്ക് സംഭവിച്ച മരണമാണ്. ഞാൻ സ്വീകരിച്ച മാമോദീസ യേശു ക്രിസ്തുവിനോടുകൂടെ ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടു എന്ന അനുഭവമാണ്. ഞാൻ സ്വീകരിച്ച മാമോദീസ യേശു ക്രിസ്തുവിനോടുകൂടെ ഞാൻ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന അനുഭവമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കൂട്ടത്തിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാൻ അവൻ്റെ മരണത്തിൽ പങ്കാളിയായി, അവൻ്റെ കബറടക്കത്തിൽ പങ്കാളിയായി, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും പങ്കാളിയായി. ഞാൻ അങ്ങനെ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ ഞാൻ ധരിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി കബറടക്കപ്പെട്ട യേശുവിനെ ഞാൻ ധരിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, മരണത്തെ തോൽപ്പിച്ച് ഉദ്ധിതനായ യേശുവിനെ ഞാൻ ധരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശുദ്ധ മാമോദീസായിൽ സംഭവിച്ചത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്. നാം കേട്ട ധ്യാനചിന്ത, വായിച്ച ധ്യാനചിന്ത നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ആകയാൽ നിങ്ങൾ ക്രിസ്തു യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതുമായി ഉയരത്തിലുള്ളത് അന്വേഷിക്കും. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞ സംഗതികളെ അപ്പോസ്തലൻ ഇവിടെ ഒന്നുകൂടെ സൂചിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. സത്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എത്ര മനോഹരമായിട്ടാണ്
മനുഷ്യന് ദൈവം കൊടുത്ത രക്ഷാപദ്ധതിയെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിലുള്ള മനുഷ്യൻ്റെ പങ്കാളിത്തത്തെ എത്ര മനോഹരമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മളിൽ ഒത്തിരി പേരും അതിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ നാം അവനോടുകൂടെ മരിച്ചു, നാം അവനോടുകൂടെ അടക്കപ്പെട്ടു, നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, നാം യേശു ക്രിസ്തുവിനെ ധരിച്ചു. അതുകൊണ്ട് മൂന്നാമത് അപ്പോസ്തലൻ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ജീവൻ ക്രിസ്തു യേശുവിനോടുകൂടെ പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനെ നാം ധരിച്ചു, നമ്മെ ക്രിസ്തു ധരിച്ചു. മാമോദീസ സ്വീകരിച്ച ഒരു വിശ്വാസിയുടെ ജീവൻ ക്രിസ്തു യേശുവിലാണ് ഇരിക്കുന്നത്. മാമോദീസ സ്വീകരിച്ച ഒരു വിശ്വാസിയുടെ ജീവൻ ക്രിസ്തു യേശുവിലാണ് ഇരിക്കുന്നത്. ആ ആൾ ക്രിസ്തുവിൻ്റേതാണ്. ആ ആളുടെ ജീവൻ ക്രിസ്തുവിലാണ്. ആ ആൾ ക്രിസ്തു മൂലമാണ് ജീവിക്കുന്നത്. ക്രിസ്തു എന്ന ആ വലിയ സത്യത്തിൽ ആ വിശ്വാസിയുടെ ജീവൻ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ജീവൻ ക്രിസ്തു യേശുവിനോടുകൂടെ പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ പൊസിഷനാണ് ഈ പറഞ്ഞത്. നമ്മളിവിടെ ജഡത്തിൽ ജീവിക്കുന്നു, ചിന്തിക്കുന്നു, ചരിക്കുന്നു, ചിരിക്കുന്നു, ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു, അധ്വാനിക്കുന്നു, വെട്ടിപ്പിടിക്കുന്നു, ജോലി ചെയ്യുന്നു, കുടുംബജീവിതം നയിക്കുന്നു എന്നൊക്കെ ഇരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ജീവിതത്തിൽ അംഗീകരിച്ച, സ്വീകരിച്ച, യേശു ക്രിസ്തുവിന് ജീവിതം കൊടുത്ത, പരിശുദ്ധ മാമോദീസായിലൂടെ യേശു സ്വന്തമാക്കിയ ഒരു വിശ്വാസിയുടെ ജീവൻ യേശു ക്രിസ്തുവിലാണ് മറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നമ്മുടെ ജീവനും ഇരിക്കുന്നു. എവിടെയാണ് യേശു ഇപ്പോൾ ഇരിക്കുന്നത്? ഉദ്ധിതനായ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് ഇരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഇരിക്കുന്നിടത്ത് യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവനും അത്താൽ നമ്മളും പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. ഈ ജഡത്തിൽ വസിക്കുന്ന മനുഷ്യൻ അറിയുന്നുണ്ടോ അവൻ്റെ ജീവൻ സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഈ വേദഭാഗത്ത് കൃത്യമായി നമ്മളോട് പറയുന്നത്, എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ധ്യാനം എന്തായിരിക്കണമെന്നാണ് ഈ പറഞ്ഞത്. മാമോദീസ സ്വീകരിച്ച ഒരു ദൈവ പൈതലിൻ്റെ ധ്യാനം എന്തായിരിക്കണമെന്നാണ് ഈ പറഞ്ഞത്. നമ്മുടെ ധ്യാനം പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് യേശു ക്രിസ്തു ഉപവിഷ്ടനായിരിക്കുന്ന ഇടത്തായിരിക്കണം. പരിശുദ്ധ കുർബാന മധ്യത്തിൽ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നുണ്ട് പുരോഹിതൻ, നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ആ പ്രബോധനത്തിൻ്റെ അടിസ്ഥാന വാക്യമാണിത്. ഈ വാക്യത്തെ അധികരിച്ചാണ് ആ പ്രബോധനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പുരോഹിതൻ ഇങ്ങനെ ആഹ്വാനം ചെയ്യുമ്പോൾ ജനം പ്രതിവചിക്കും, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. എത്ര ഔന്നത്യം നിറഞ്ഞ ഒരു പ്രഖ്യാപനമാണത്! ഈ വേദവാക്യത്തിൻ്റെ യാഥാർത്ഥീകരണം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വിശ്വാസി ആത്മാവും ശരീരവും മനസ്സുമെല്ലാം ഉയർത്തി ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്യുകയാണ്. പരിശുദ്ധ കുർബാനയുടെ പട്ടക്കാരൻ പദവിയിൽ കയറി നിന്ന് അനുഷ്ഠിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന പേര് അന്നഫോറ എന്നാണ്. അന്നഫോറ എന്ന വാക്കിൻ്റെ അർത്ഥം ഉയർത്തുക എന്നാണ്. നിലം വിട്ട് ഉയർത്തുക എന്ന് വെച്ചാൽ നമ്മളൊക്കെ നിലം വിട്ട് ഉയരുകയാണ് സംഭവിക്കുന്നത്. സത്യത്തിൽ ഈ ആരാധന എവിടെയാണ് നടക്കുന്നത്? സ്വർഗത്തിലാണ്. ആ നിമിഷം നമ്മൾ ഉയരുകയാണ്. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നുവെന്ന് പറയുന്ന മനുഷ്യൻ പിന്നെ ഭൂമിയിലല്ല, നിലം വിട്ട് പൊങ്ങുകയാണ്, ഉയരുകയാണ്. ഈ ആരാധന ഇനി നടക്കുന്നത് സ്വർഗത്തിലാണ്.
പിതാവാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായ മശിഹാ തമ്പുരാൻ്റെ കൈകളിൽ പിതാവിന് കാഴ്ചവെക്കാനുള്ള ബലിവസ്തുവുണ്ട്. തൻ്റെ ശരീരവും തൻ്റെ രക്തവും തന്നെ. ഇത് തിരുമുൽക്കാഴ്ച വെച്ചാണ് കർത്താവ് യാഗമർപ്പിക്കുന്നത് നമുക്ക് വേണ്ടി. നമ്മുടെ ജീവൻ അവൻ തന്നിൽ സ്വാംശീകരിച്ച് ആ യാഗമർപ്പിക്കുന്ന വേളയിൽ നമ്മെ അവൻ്റെ കൂടെ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുകയാണ്. അവിടെ നാം പങ്കാളികളാകുന്ന രംഗമാണ് പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കണമെന്ന് പുരോഹിതൻ പ്രബോധിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നുവെന്ന് ജനം പ്രതിവാചകം പറയുമ്പോൾ, ആകയാൽ ഭയഭക്തി ബഹുമാനങ്ങളോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമെന്ന് പറഞ്ഞ് തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന എന്ന് ജനം അട്ടഹസിക്കുമ്പോൾ ഈ ആരാധന സ്വർഗത്തിലാണ് സംഭവിക്കുന്നത്. ഉയരുകയാണ് നമ്മുടെ മനസ്സ്, നമ്മൾ മുഴുവനും ഉയർത്തുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൗമലോകത്ത് പിന്നെ നമ്മൾ നിൽക്കുന്നില്ല. സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയിൽ നമ്മളും പങ്കുചേരുകയാണ്. അതാണ് പരിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കേണ്ട യാഥാർത്ഥ്യം. അവിടം വരെയൊക്കെ നമ്മുടെ ആധ്യാത്മികതയ്ക്ക് വളർച്ച കണ്ടെത്താൻ കഴിയണം നമുക്ക്. നാം പലപ്പോഴും ഇതിൻ്റെ ആത്മീകാർത്ഥങ്ങളൊന്നും അറിയാതെ ഈ ഭൂമിയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നവരെ പോലെ പറഞ്ഞു കൂട്ടുന്നവരെ പോലെ ആകാൻ പാടില്ല. ഇത് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയാണ്, നാം അതിൽ പങ്കുചേരുകയാണ്. അപ്പോസ്തലൻ പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ കർത്താവിനോടുകൂടെ പിതാവാൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ പിതാവാൻ ദൈവത്തിൻ്റെ വലഭാഗത്ത് അവൻ ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവരും ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നവരും ഭൂമിയിലുള്ളത് നേടാൻ ശ്രമിക്കുന്നവരും ഭൂമിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരും ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരും ഭൂമി വെട്ടിപ്പിടിക്കാൻ നെട്ടോട്ടം ഓടുന്നവരുമാണ്. ശരിക്കും നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതി അതല്ല. ഭൗമലോകത്തിനപ്പുറത്തുള്ള കാഴ്ച അത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. പരിശുദ്ധ മാമോദീസായിലൂടെ ഞാൻ കർത്താവിൻ്റേതായി. എൻ്റെ ജീവൻ അന്നു മുതൽ യേശു ക്രിസ്തുവിലാണ്. യേശു ഇരിക്കുന്നിടത്താണ് എൻ്റെ ജീവനും. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ യഥാർത്ഥ ജീവൻ ഇരിക്കുന്നത് യേശുവിലാണ്. അത് പിതാവാൻ ദൈവത്തിൻ്റെ വലഭാഗത്താണ്. എന്തു വലിയൊരു പദവി! എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ അവസ്ഥ! അതുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിക്കുക. അപ്പോസ്തലൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നാലാമത്തെ ചിന്ത, നമ്മുടെ ജീവനായ ക്രിസ്തു. ആമേൻ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ട്. ഇത് വെറും മായയല്ല ക്രിസ്തീയ ജീവിതം. വാഗ്ദത്തം ചെയ്തവൻ വീണ്ടും വരും. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഒലിവുമലയുടെ മുകളിലേക്ക് നോക്കി ആശ്ചര്യഭരിതരും ആശങ്കാകുലരുമായി നിന്ന് ശിഷ്യന്മാരെ നോക്കി ദൈവദൂതന്മാർ ചോദിക്കുന്നുണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങളിങ്ങനെ ആകാശത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളുടെ കർത്താവും ഗുരുവുമായവൻ പോയതുപോലെ വീണ്ടും വരും. അവൻ മടങ്ങി വരും. ഉറപ്പായിട്ടും അവൻ മടങ്ങി വരും. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 4-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. വരുമോ? ഉറപ്പാണ്, അവൻ വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉത്ഥാനം ചെയ്യും. അവരുടെയും ജീവൻ ക്രിസ്തുവിനോട് കൂടെയാണ് ഇരിക്കുന്നത്. ജഡമാണ് കുഴിമാടത്തിൽ അടക്കപ്പെട്ടത്. ഉത്ഥാനം ചെയ്യും. ഈ ജീവൻ ആത്മാവ് ഒരുമിച്ച് ചേരാൻ വേണ്ടി. പിന്നെ ശേഷിക്കുന്ന നാമോ കണ്ണുമേക്കുന്നതിനിടെ രൂപാന്തരപ്പെട്ട് ആകാശമേഘങ്ങളിൽ അവൻ്റെ എതിരേൽപ്പിന് പുറപ്പെടും. നമ്മുടെ ജീവൻ അവനിലിരിക്കുന്നു. നമ്മുടെ ജീവൻ ഇരിക്കുന്നിടത്തേക്ക് നാം പറക്കും. എത്ര ഭാഗ്യകരമാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന
വിശ്വാസ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. നാം പറക്കും നമ്മുടെ ജീവനിരിക്കുന്നിടത്തേക്ക്, അവനിലേക്ക്, യേശുവിലേക്ക്. അവൻ്റെ എതിരേൽപ്പിനായി നാം പറക്കും, എടുക്കപ്പെടും. എത്ര പേർക്ക് ഈ പ്രത്യാശയുണ്ട്? എത്ര പേർക്ക് ഇതിനു വേണ്ടിയുള്ള ഒരുക്കമുണ്ട്? എത്ര പേർ ഇതിനു വേണ്ടി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നുണ്ട്? ഇതൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ, രസകരമായി എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ആളുകളെ കേൾപ്പിക്കാനല്ല, ബോധ്യം കിട്ടാൻ വേണ്ടിയാണ്. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ജനം തിരിച്ചറിയണം. ഉയരത്തിലുള്ളത് ചിന്തിച്ചു കൊണ്ടിരിക്കുക, ഉയരത്തിലുള്ളത് ധ്യാനിച്ചു കൊണ്ടിരിക്കുക, പിതാവാം ദൈവത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്ന മശിഹായെ മുഴുസമയം കാണുക, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്ന് ബോധ്യപ്പെടുക, ആ സ്വർഗീയ യാഗത്തിൽ മുടങ്ങാതെ പങ്കാളികളാവുക, അവൻ്റെ മഹത്വ പ്രതീക്ഷതയ്ക്കായി കാത്തിരിക്കുക, അവൻ വരുമ്പോൾ അവൻ്റെ എതിരേൽപ്പിന് പറന്നു പൊങ്ങുക. ദൈവമക്കളെ, എത്ര ഭാഗ്യകരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി എന്നുള്ളത് ഓർക്കുക. അത് സംബന്ധിച്ച് വീണ്ടും യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിലെ 3-ാമത്തെ അധ്യായം ഇങ്ങനെ തുടങ്ങുകയാണ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. ലോകം യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ദൈവമക്കളെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു. യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ എന്ന് വെച്ചാൽ എങ്ങനെ? അവൻ്റെ സകല പ്രതാപത്തോടും കൂടെ, ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ രാജാതിരാജനായവൻ, മഹത്വത്തിൻ്റെ മണവാളൻ മഹത്വത്തിൽ എഴുന്നള്ളി വരുമ്പോൾ, തേജസ്സിൽ എഴുന്നള്ളി വരുമ്പോൾ, പ്രഭാപൂരത്തിൽ എഴുന്നള്ളി വരുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ അവൻ്റെ യഥാർത്ഥ ഭാവത്തിൽ കാണുന്നതാകൊണ്ട് അവനോട് തുല്യന്മാരാകുമെന്ന്. ക്ഷണത്തിൽ നാം രൂപാന്തരപ്പെടും. യേശുക്രിസ്തുവിന് തുല്യരായി മാറുന്ന, യേശുക്രിസ്തുവിലാകുന്ന, യേശുക്രിസ്തുവിനൊപ്പമാകുന്ന ഒരവസ്ഥയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പരിപൂർണത എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പറയുന്നത് ദൈവമക്കളെ ഈ ഭൂമിയിൽ നാം ഈ കാണുന്നതോ കാട്ടിക്കൂട്ടുന്നതോ ആയ കേവല സംഗതികളൊന്നുമല്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് ഈ വീണ്ടും വരവിലുള്ള അവനോട് കൂടെ വെളിപ്പെടുന്ന അവസ്ഥയാണ്. അവൻ വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ വെളിപ്പെടും. അവനെ കാണുന്നത് പോലെ നമ്മളെയും കാണും. അവനായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളുമാകും. എന്ന് വെച്ചാൽ മഹത്വാനായ മശിഹ, തേജസ്കരിക്കപ്പെട്ടവനായ മശിഹ ഏത് തേജസ്സോടെ നിൽക്കുന്നുവോ അതേ തേജസ്സോടെ ഞാനും അവൻ്റെ കൂടെ. ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, അന്ന് കർത്താവ് എന്നെ കൊണ്ടുപോകാൻ വെളിപ്പെടുന്ന നാളിൽ, ഞാൻ അവനെ കൂടിക്കാണുന്ന നാളിൽ, അവനെ കാണുന്ന നിമിഷത്തിൽ ഞാനും രൂപാന്തരപ്പെട്ട് അവനോട് തുല്യനാകുന്ന നാളിൽ ഞാനും എൻ്റെ കർത്താവും അടുത്തടുത്ത് നിന്നാൽ ഇതിൽ കർത്താവ് ഏതാണ് ഞാൻ ഏതാണെന്ന് സംശയം തോന്നത്തക്കവണ്ണം ഞാൻ അവന് തുല്യം തേജസ്കരണം പ്രാപിക്കും. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു വന്നത്. അതെ, നാം അവനെ കാണുന്നതാകയാൽ അവനോട് സദൃശ്യന്മാരാകും. എത്ര മനോഹരം! അതുകൊണ്ട് ഈ നശ്വരമായ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. നമ്മുടെ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. അതുതന്നെ നമ്മുടെ ധ്യാനമാകണം, അതുതന്നെ നമ്മുടെ കാത്തിരിപ്പാകണം, അതുതന്നെ നമ്മുടെ മനനമാകണം, അതുതന്നെ നമ്മുടെ പ്രതീക്ഷയാകണം. ഈ നശ്വര ലോകത്ത് ജീവിതം കെട്ടിയിട്ട് കളയരുത്. നിത്യത നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവെ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. പാദപീഠത്തിൽ ഞങ്ങളെ വിളിച്ചിരുത്തിയിട്ട് വളരെ മനോഹരമായൊരു മർമ്മം ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. കർത്താവെ, ഞങ്ങൾ മരിച്ചോ, ഞങ്ങളുടെ ജീവൻ ക്രിസ്തു യേശുവിനോടുകൂടെ പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആകയാൽ ഞങ്ങളുടെ ജീവൻ ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ഞങ്ങൾ ചിന്തിക്കണം. കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന
പിതാവിൻ്റെ വലത് ഭാഗത്തുള്ളത് തന്നെ ഞങ്ങൾ ചിന്തിക്കണം. ഞങ്ങളുടെ ധ്യാന വിഷയം അതായിരിക്കണം. ഞങ്ങളുടെ കർത്താവെ, നീ എഴുന്നള്ളി വെളിപ്പെട്ട് വരുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളും പ്രത്യക്ഷപ്പെടും. ഞങ്ങളുടെ ജീവൻ നിന്നിലാണെന്നും നീ പിതാവിൻ്റെ സന്നിധിയിലാണെന്നും ഞങ്ങളുടെ ജീവൻ മഹത്വകരമായ ഭാഗ്യകരമായ സ്വർഗത്തിൽ പിതാവാൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നുവെന്നും ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം. അതുകൊണ്ട് നശ്വരമായ ലോകത്തിനപ്പുറത്ത് നിത്യമായ കാഴ്ചകൾ ഞങ്ങൾക്ക് തരണമേ. ആത്മീക ദർശനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് പുതിയ മാനം നൽകണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങളങ്ങേക്കും ഞങ്ങളുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.